ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. നിർമ്മിത ബുദ്ധി, ഹരിത ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലയിലെ പുരോഗതിക്ക് അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൌഹൃദ രാഷ്ട്രമായി ഇന്ത്യ തുടരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മാതൃഭാഷയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ഇന്ന് ലോക മാതൃഭാഷാ ദിനം. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ടോബ്ഗെ മുഖ്യപ്രഭാഷണം നടത്തും. 2 ദിവസത്തെ പരിപാടിയിൽ രാഷ്ട്രീയം, കായികം, കല, മാധ്യമം, ആത്മീയം, പൊതുനയം, ബിസിനസ്, സാമൂഹികം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പ്രചോദനാത്മകമായ തങ്ങളുടെ ജീവിതയാത്രകൾ പങ്കിടും. പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിനാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഭൂട്ടാൻ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഭൂട്ടാൻ സഹകരണവും സൌഹൃദവും ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഗോളതലത്തിൽ ഉയർന്നുവരുന്ന സംഘർഷ സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി, ഹരിത ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ പുരോഗതിക്ക് അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ഗാസ വെടിനിർത്തലും ബന്ദികളുടെ മോചനവും ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം അറിയിച്ചു. യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ദക്ഷിണാഫ്രിക്കയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. യുക്രൈൻ പ്രതിസന്ധി സംബന്ധിച്ചും ചർച്ച നടത്തിയതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസയുമായി ചർച്ച നടത്തിയ കേന്ദ്രമന്ത്രി G20യിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ട പിന്തുണ നൽകുമെന്നും അറിയിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൌഹൃദ രാഷ്ട്രമായി ഇന്ത്യ തുടരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലോകത്തിന് നിരവധി അവസരങ്ങളാണ് ഇന്ത്യ പ്രദാനം ചെയ്യുന്നതെന്നും പൂനെയിൽ ഏഷ്യ ഇക്കണോമിക് ഡയലോഗ് 6ാം പതിപ്പിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. India will continue to power on as the world's favorite destination for investments, as the provider of talent and skills to the world, with a population less than 30 years of age, aspirational in its desires and dreams, living in a democracy where the rule of law prevails, a country which provides the demographic dividend, demand of 1.4 billion Indians, a country that offers you safety of the rule of law, different viewpoints, faiths and religions, outlooks and economic theories, all coexisting with diversity but also with a collective Indianness that defines India at its very best. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് സ്ത്രീകളുടെ സംഭാവനകൾ നിർണായകമാണെന്നും ശ്രീ പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച് ഡൽഹി സർക്കാർ രൂപീകരണത്തിന് ശേഷം ചേർന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. ആദ്യ നിയമസഭാ യോഗത്തിൽ 14 CAG റിപ്പോർട്ടുകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുമെന്നും അവർ പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പൊതുഭരണം, സേവനം, ധനകാര്യം, റവന്യൂ, വനിതാ ശിശു വികസനം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, വിജിലൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ആസൂത്രണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഉപമുഖ്യമന്ത്രി പർവേഷ് വർമ്മയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ്, ലെജിസ്ലേറ്റീവ് കാര്യം, ജലസേചനവും വെള്ളപ്പൊക്ക നിവാരണവും, ഗുരുദ്വാര ഇലക്ഷൻസ് എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിട്ടുള്ളത്.
98ാമത് അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും 3 ദിവസത്തെ സമ്മേളനത്തിൽ പാനൽ ചർച്ചകൾ പുസ്തക പ്രദർശനങ്ങൾ സാംസ്കാരിക പരിപാടികൾ സാഹിത്യ സംവാദങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് മറാത്തി ഭാഷയ്ക്ക് അടുത്തിടെയാണ് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയത് 71 വർഷത്തിനു ശേഷം ദേശീയ തലസ്ഥാനത്ത് നടക്കുന്ന മറാത്തി സാഹിത്യ സമ്മേളനത്തിന്റെ ഭാഗമായി പൂനെയിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രതീകാത്മക സാഹിത്യ ട്രെയിൻ യാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ കുതിപ്പിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കം. ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 2 ദിവസത്തെ നിക്ഷേപക സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ജയന്ത് ചൌധരി, UAE സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെ 3000ത്തോളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി അഭിസംബോധന ചെയ്യും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ 2027ഓടെ റെയിൽ വ്യോമമാർഗ്ഗങ്ങളിലൂടെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഡൽഹിയിൽ ഇന്നലെ നടന്ന ഏകതാ ഉത്സവ് വൺ വോയിസ് വൺ നേഷൻ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാരം, കായികം, സാങ്കേതിക വിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ഇത് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് പുതിയ മാനം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. प्रधानमंत्री जी ने नॉर्थ ईस्ट को अष्ट लक्ष्मी के रूप में पूरे भारत में प्रसिद्ध करने का काम किया है. नॉर्थ ईस्ट के 8 राज्य भारत को हर तरह से समृद्ध करने के लिए सक्षम, चाहे आर्थिक विकास हो, चाहे सांस्कृतिक विकास हो, चाहे देश की सुरक्षा हो, चाहे खेल हो, चाहे रिसर्च एंड डेवलपमेंट हो. हर जगह नॉर्थ ईस्ट के युवाओं के लिए ढेर सारी अपॉर्चुनिटीज पड़ी हैं. ഇന്ന് ലോക മാതൃഭാഷാ ദിനം. ലോകമെമ്പാടുമുള്ള മാതൃഭാഷകളുടെ പ്രാധാന്യം, സംരക്ഷണം, പ്രോത്സാഹനം എന്നിവ ലക്ഷ്യമിട്ട് 2000 മുതലാണ് ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു തുടങ്ങിയത്. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കണ്ണൂർ ജില്ലയിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാൻ തീരുമാനം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ 10 കർമ്മ പരിപാടി അംഗീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ വീടുകളിലെയും പൊതുചടങ്ങുകളിൽ സ്റ്റീൽ പാത്രങ്ങൾ, സ്റ്റീൽ ഗ്ലാസുകൾ, സ്റ്റീൽ പ്ലേറ്റുകൾ എന്നിവ സൌജന്യമായോ വാടകയ്ക്കോ നൽകുന്ന പദ്ധതി ആരംഭിക്കും. മറ്റു പ്രസ്ഥാനങ്ങളുടെ പൊതുപരിപാടികൾക്കും ഇവ ഉപയോഗപ്പെടുത്തും. ജില്ലയിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലും വിപുലമായ പൊതു ശുചീകരണ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. മാർച്ച് 25 മുൻപ് പൂർണ്ണ മാലിന്യ ശേഖരണ സംസ്കരണ സംവിധാനമുള്ള അസോസിയേഷനാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള കർമ്മ പരിപാടികളും യോഗം അംഗീകരിച്ചു. ചെറു പച്ചത്തുരുത്തുകൾ നിർമ്മിക്കാനും തരിശിടങ്ങളിൽ പച്ചക്കറി കൃഷി, ചെറുധാന്യ കൃഷി, ചോളകൃഷി, നെൽകൃഷി എന്നിവ ഏറ്റെടുക്കാനും റെസിഡൻസ് അസോസിയേഷനുകൾ കർമ്മ പരിപാടി തയ്യാറാക്കും. കണ്ണൂർ അഴീക്കോട് വെടിക്കെട്ടിനിടെ അപകടം. നീർക്കടവ് മുച്ചിരിയൻകാവ് ഉത്സവത്തിനിടെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 228 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 21 ബോൾ ശേഷിക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം നേടുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനൽ 1ാം ഇന്നിംഗ്സിൽ ഇന്ന് കേരളത്തിനും ഗുജറാത്തിനും നിർണായകം. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഗുജറാത്ത് 7 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എന്ന നിലയിലായിരുന്നു. 1ാം ഇന്നിംഗ്സിൽ കേരളം 457 റൺസ് എടുത്തിരുന്നു. 2ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയും വിദർഭയും തമ്മിലാണ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FC മുഹമ്മദൻ SCയെ 2-0 പരാജയപ്പെടുത്തി. ഇന്ന് 7:30 ഷില്ലോങ്ങിൽ നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരുവിനെ നേരിടും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. സോൾ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ആദ്യ പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. നിർമ്മിത ബുദ്ധി, ഹരിത ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ പുരോഗതിക്ക് അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൌഹൃദ രാഷ്ട്രമായി ഇന്ത്യ തുടരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കം.
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മാതൃഭാഷയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ഇന്ന് ലോക മാതൃഭാഷാ ദിനം. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.